ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? അപ്പോൾ പരീക്ഷാകാലം വരികയാണ്. ആനുവൽ എക്സാം ഒക്കെ 1 തുടങ്ങി 9 വരെയുള്ള ക്ലാസ്സുകളിലേക്ക്, അതുപോലെ ബോർഡ് എക്സാം ഒക്കെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. ഡിഗ്രി തലത്തിലാണെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ വരുന്നൊരു സമയമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ അമ്മമാരുടെ മാത്രമല്ല, എല്ലാവരുടെയും ഒരു ടെൻഷനാണ് കുട്ടികൾക്ക് ആർക്കും തന്നെ ബുക്ക് തുറക്കുക എന്നുള്ളൊരു കാര്യമല്ല. എപ്പോൾ നോക്കിയാലും കയ്യിൽ ഫോണാണ്. ഈ ഫോണൊന്ന് മാറ്റി വെക്കുക, എന്തെങ്കിലും 4 അക്ഷരം ഇരുന്ന് പഠിക്കുക എന്ന് തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് രാവിലെ തുടങ്ങി രാത്രി വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇതുണ്ടല്ലോ, ചെറിയ കുട്ടികളൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു കോളേജ് അധ്യാപിക ആയതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുന്ന വഴിയെ കുട്ടികളുടെ കയ്യിൽ മുഴുവൻ ഇതാണ്. എല്ലാം ഈ ഗെയിം കളിയും ഒക്കെയാണ്. ഞങ്ങൾ പറയും, ഇത് അതിർത്തിയിലേക്ക് വരണ പോലെയാണല്ലോ, കാരണം ഈ വെടിവെപ്പിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ എന്ന് പറയും. ഒരു രക്ഷയുമില്ലാത്ത എന്ന് പറഞ്ഞ ഡിജിറ്റൽ യുഗത്തിലാണ് അവർ വളരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി മാറിയിരിക്കുകയാണ് ഈ ഒരു ടേം. ഡിജിറ്റൽ യുഗമാണ്, പക്ഷേ കുട്ടികളിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കഴിവുകൾ അവർ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി അവർ ചെയ്യുന്നത് അവരുടെ ടൈം പാസിന് വേണ്ടി ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം അവർ പ്രവർത്തിപ്പിക്കുന്നത്. അതല്ലാതെ ഇത് ഉപയോഗിച്ച് ഒരു ഉപജീവന മാർഗം നേടാൻ തക്കവണ്ണമുള്ള വരുമാനം നേടാനുള്ള ലെവലിലേക്കാണ് എങ്കിൽ പോട്ടെ എന്ന് വെക്കാം. അതല്ല, ഒരു സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ AI യുഗമാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും എന്നുള്ള നിലയിലാണ് എങ്കിൽ അതും ഓക്കെ. പക്ഷെ വെറുതെ ഗെയിം കളിച്ചും റീൽസ് കണ്ടും യൂട്യൂബ് കണ്ടും മാത്രം സമയം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പ്രയോജനമാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോ അതിനകത്ത് വരുമാനം എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും കരുതുന്ന യൂട്യൂബേഴ്സും ഉണ്ട്. ഇതിൽ പ്രൈമറി ആയിട്ട് കരുതുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതാണ് അവരുടെ ഉപജീവന മാർഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ പോലും മറ്റുള്ള ഒരു ചാനലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വീഡിയോ കണ്ടു പോലും അവർ ടൈം വേസ്റ്റ് ആക്കില്ല. അവർ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ട്, അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് അത് അവരുടെ ഉപജീവന മാർഗമാണ്, അവർ ചെയ്യുന്ന തൊഴിലാണ്, അവരുടെ ജോലിയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ അവർ ചെയ്യുന്നു. അത് ചിലപ്പോൾ വീട്ടിലെ ജോലികൾ കാണിച്ചുകൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവും. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, മോട്ടിവേഷണൽ വീഡിയോസ് ആയിരിക്കാം, ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് അവർക്കൊരു ഉപജീവന മാർഗം നേടിത്തരുന്ന അവരുടെ തൊഴിലാണ്. ദാറ്റ് ഈസ് ആ ഒരു പ്രൊഫഷൻ പോലെ അവരതിനെ സമീപിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ബാക്കിയുള്ള സമയങ്ങളിൽ, അതായത് ഇവർ ഫുൾ ടൈം ഫോണിലാണല്ലോ എന്ന് വിചാരിക്കും. തെറ്റാണ്. അവരവരുടെ കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അവരത് എഡിറ്റ് ചെയ്യുന്നു, അവരത് അപ്ലോഡ് ചെയ്യുന്നു, അതിനുള്ള പ്രൊമോഷൻ കാര്യങ്ങൾ ഇൻസ്റ്റാ ഫേസ്ബുക്ക് വഴി അവർ കൊടുക്കുന്നു. ഇതിനിടയിൽ അവർക്ക് മറ്റുള്ളവരുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കളയാനോ ഗെയിം കളിച്ച സമയം കളയാനോ അവർക്ക് നേരമില്ലാന്ന് മാത്രമല്ല, മാസാവസാനമാവുമ്പോൾ തരക്കേടില്ലാത്ത ഒരു തുക അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാരായി മാറി? ഇത്രയും മാത്രം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ഇത് ചെറിയ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം ഒരു കോളേജ് തലത്തിലേക്കൊക്കെ വന്നിട്ടുള്ള, ഒരു ടീനേജിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു 3-4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തിനായിട്ട് എന്ത് ചെയ്യും? ശരിയല്ലേ? എത്ര നാൾ അച്ഛനമ്മയുടെ ചെലവിൽ നിങ്ങൾ കഴിയും? അപ്പൊ നിങ്ങൾക്കൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ കണ്ടെത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിനുള്ള കാര്യമാണ് കുട്ടികൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ് എന്താണ്, ഒരു ലക്ഷ്യം വേണം, അത് പഠിക്കുക, പാസ്സാവുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ തോരാതെ കുറെ ഘോരം പ്രസംഗിച്ചിട്ടോ ഏത് കൗൺസിലിങ്ങില് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവിടെയൊക്കെ അവർ കേട്ട് മിണ്ടാതിരിക്കും. തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക തന്നെ ചെയ്യും. ഇത് കതിരിൽ കൊണ്ടൊന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ കുറേ വളർന്നു വലുതായ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവരെന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു നിമിഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗുണത്തെക്കാളും ദോഷമേ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഫോൺ എടുക്കുന്നത്? ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, രാവിലെ കോളേജിൽ ചെല്ലുന്നു, ഞങ്ങളുടെ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ 3 അവർ, ചിലപ്പോൾ 4 അവർ, അത് കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു.
ഈ 3 അവർ ഉള്ളതാണെങ്കിൽ ഫസ്റ്റ് അവർ ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ജസ്റ്റ് അറ്റൻഡൻസിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഇതാണെങ്കിൽ മാത്രം നമ്മളത് എടുക്കുക എന്നല്ലാതെ നമുക്ക് ആ ഫോൺ അവിടെ ഉപയോഗിക്കേണ്ട. കാരണം നമ്മൾ ടീച്ച് ചെയ്യുകയാണ്, നമ്മൾ ആ 1 മണിക്കൂർ നമ്മളുടെ ജോലിയാണ് ചെയ്യുന്നത്, അവിടെ ഫോൺ ഉപയോഗിക്കുന്നില്ല. തിരിച്ച് ഫ്രീ ടൈം വന്ന് വീണ്ടും നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ വന്ന്, അതായത് സ്റ്റാഫ് റൂമിൽ വന്ന് നമ്മൾ ഇരിക്കുന്ന ടൈമിലോ മറ്റുള്ള ടീച്ചേഴ്സൊക്കെ ബിസി ആണ് എങ്കിൽ നമ്മൾ വീണ്ടും ഫോൺ എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ഏത് പ്രായത്തിലും എപ്പോൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, വെൻ യു ആർ ഫ്രീ. അപ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു കാര്യം എടുക്കുകയുള്ളൂ. അപ്പൊ ഇത് എടുക്കാതിരിക്കണമെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇതെടുത്ത് 5 മിനിറ്റ് എന്ന് കരുതി നമ്മൾ എടുക്കുന്നതായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയില്ല. അരമണിക്കൂറായിട്ടുണ്ടാവും, 1 മണിക്കൂറായിട്ടുണ്ടാവും, അയ്യോ ഇത്രയും സമയമായോ, എന്തെങ്കിലും ഒരു കാര്യം നോക്കാൻ വേണ്ടി എടുത്തതായിരിക്കാം. ഇത് ലഹരിയേക്കാൾ വലിയ ഒരു അഡിക്ഷൻ ആണെന്ന് പറയാൻ കാരണം, മദ്യപാനം, സിഗരറ്റ് വലി എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം അതങ്ങ് കഴിഞ്ഞു. പിന്നെ 24 മണിക്കൂറും കുടിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പുകവലിച്ചുകൊണ്ടിരിക്കുകയോ അല്ല ചെയ്യുന്നത്. പക്ഷെ 24 മണിക്കൂറും ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഉപകരണം എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ഉപയോഗം മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവും, ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, നെഗറ്റീവ് വശങ്ങളല്ലാതെ ഞാൻ നോക്കിയിട്ട്. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഡിജിറ്റൽ യുഗമാണ്, വളരെ നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് ഒക്കെ തന്നെയായിരിക്കും. പക്ഷെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് ഗുണത്തെക്കാളും ദോഷം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഞാൻ പഴമയെ കുറച്ച് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കാം. ഇപ്പൊ 83 ജനിച്ച ഒരാളാണ് ഞാൻ. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കി അറിയായിരിക്കും. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നു, വരുന്നു, നമ്മളുടെ സമയം എങ്ങനെയാ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഫോൺ കണ്ടിട്ടും കൂടിയില്ല, ആകെ വീട്ടിലൊരു ലാൻഡ് ലൈൻ ഉണ്ടാകും. അപ്പോ നമ്മളൊക്കെ വരുന്നു, കളിക്കുന്നു, കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ കുറച്ചു നേരം നടക്കുന്നു, അപ്പുറത്തെ വീടുകളിൽ പോകുന്നു, ഇപ്പുറത്തെ വീടുകളിൽ പോകുന്നു, ഇങ്ങനെ നടക്കുന്നു. വെക്കേഷൻ കാലമായി കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പൊ ഒന്ന് ടൂറ് കൊണ്ടുപോയാൽ പോലും, ഒരു സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും ഉള്ള കാര്യം എന്താണെന്നറിയോ? എല്ലാവരും ബസ്സിലൊക്കെ കുറച്ചു നേരം തുള്ളും. ഇത് കഴിഞ്ഞാൽ പണ്ട് നമ്മളൊക്കെ ടൂറ് പോയിക്കൊണ്ടിരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതായത് സിനിമ ഇടുക എന്നുള്ളൊരു കാര്യമായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കും എല്ലാവരും. ഇപ്പൊ ആ ഒരു കാര്യമില്ല, ഫുൾ ടൈം ഫോണിലാണ് കുട്ടികൾ. ഏത് നേരവും അവിടെ വരുന്നു, ചാർജ് തീരുമ്പോഴത്തേക്കും അവിടെ കുത്തിവെക്കുന്നു, വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു. ഇത് റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സ്ഥലത്ത് ചെന്ന് കുറച്ച് ദൂരം നടന്ന് ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറേണ്ടവരുന്നാണെങ്കിൽ ആർക്കും വയ്യ, കുട്ടികൾ ആർക്കും വരാനില്ല. അവിടെ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് കാണാനുള്ള? എല്ലാവരും ആ ബസ്സിൽ തന്നെ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു അപകടകരമായിട്ടുള്ള ലെവലിലേക്ക്, അതായത് ചുറ്റുമുള്ളത് എന്താണെന്നോ ചുറ്റുമുള്ളതിനെ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത തലത്തിലേക്കാണ് കയ്യിലിരിക്കുന്ന ഈ ഒരു ബോംബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ബിസിയാക്കി വെക്കുക. എന്ത്? നമ്മളെ തന്നെ ബിസിയാക്കി വെക്കുക. ഇത് പറയാമെന്നുള്ളതല്ല, ഇത് പ്രാവർത്തികമാക്കുക. ആദ്യത്തെ 2-3 തവണകളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ ജ്വല്ലറികളിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സ്റ്റുഡന്റ് നേരത്തെ കല്യാൺ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യമാണ്, അതുപോലെ മലബാർ, കല്യാൺ, ഇതൊക്കെ തന്നെ ശരിയാണ്. സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ പഞ്ച് ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു ബോക്സ് കൊടുക്കും. അവിടെ അവരുടെ ഫോൺ അവര് കൊടുത്തിട്ടാണ് അവരുടെ ജോലിക്ക് നിൽക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ലഞ്ച് ടൈമിൽ ഒരു ശകലം നേരം അവർക്ക് നോക്കാൻ പറ്റും. പിന്നെ വൈകിട്ട് ക്ലോസ് ചെയ്ത് 7:30-8 മണിക്ക് ഇറങ്ങുമ്പോഴാണ് അവർ ഫോൺ. എമർജൻസി എന്തെങ്കിലും കാര്യത്തിനാണ് എങ്കിൽ അവർ ജ്വല്ലറിയിൽ കോൺടാക്ട് ചെയ്യേണ്ട ഒരു നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിച്ച് ഇവരെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവരവരുടെ ജോലിയിലെ ചെയ്യുന്ന വരുമാനം നേടുന്നു അല്ലെ? ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലായിക്കോട്ടെ, സിനിമാ മേഖലയിലായിക്കോട്ടെ, ബാക്കി ഏത് മേഖലയിലാണ് എങ്കിലും വിജയിച്ച ഒരു മനുഷ്യരും ഫോൺ കണ്ട് സമയം ചെലവഴിക്കുന്നില്ല. ഇനി ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പോലും ഇത്രയും സമയം, ഇപ്പൊ രാവിലെ ഞാനൊരു 7 മണിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, എനിക്ക് 8 മണിക്ക് ജോലിക്ക് പോവേണ്ടതാണ്. ഈ ഒരു 15 മിനിറ്റ് സമയം ഈ ഫോണിന്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതും എൻ്റെ അന്നത്തിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് പ്രൈമറി എന്നുള്ളതല്ല, സെക്കൻഡറി എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി എപ്പോഴും ഞങ്ങളുടെ ജോലി തന്നെയാണ്. ഞാൻ ടീച്ചറാണ്, ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് ജോലിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ഇതുപോലെ നിങ്ങളുമായിട്ട് സംസാരിക്കാനും നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങള്, കാര്യങ്ങളൊക്കെ, അതായത് മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. 10 വർഷം കഴിഞ്ഞു കഴിയുമ്പോഴും നമ്മൾ 10 കൊല്ലം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നുവല്ലേ എന്ന് കാണാനും ആ ഒരു കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും, ഇത് 60 വയസ്സിലോ 70 വയസ്സിലോ ഞങ്ങളുണ്ട് എങ്കിൽ ആ ടൈമിൽ ഇതെടുത്ത് നോക്കുമ്പോഴും ഞങ്ങളുടെ
35-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ 40-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊന്ന് കണ്ട് ആസ്വദിക്കാലോ. ആ ഒരു ഇഷ്ടത്തോടു കൂടി. പിന്നെ എന്തായാലും യാത്രകൾ പോകുന്നുണ്ട്, ആ പോകുമ്പോൾ അത് മറ്റുള്ളവരെയും കൂടി കാണിക്കാം. പിന്നെ ആസ് എ ടീച്ചർ എനിക്ക് കിട്ടുന്ന അറിവുകൾ, ഇപ്പൊ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ അത് എന്തുകൊണ്ട് യൂട്യൂബിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതും കിട്ടുന്ന 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ആ ഒരു വീഡിയോ കാണുന്ന ആൾക്ക് അതുകൊണ്ട് എന്താ പറയുക, പ്രത്യേകിച്ച് അത് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ പോലും ദോഷമൊന്നും കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ ഇതിലൂടെ പറയുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ കുറേ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പൊ ഞങ്ങളുടെ കുട്ടികളിലാണെങ്കിൽ തന്നെയും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കി. ഇതിനകത്ത് കാണുന്ന പല വീഡിയോസിലെ പല ടിപ്സും ഞങ്ങൾ നോക്കി, ഒന്നും പ്രാവർത്തികമായില്ല. ഉള്ളതുള്ള പോലെ പറയാനുള്ളൂ, ഒന്നും പ്രാവർത്തികമായിട്ടില്ല. പിന്നെ ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോകേണ്ടതൊക്കെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. അത് പേരൻസ് എന്നുള്ള നിലയിൽ നമ്മളും കുറച്ച് സ്ട്രിക്റ്റ് ആണ് കുട്ടികളുടെ അടുത്ത്. എന്ന് കരുതി അവരുടെ ഫ്രീഡത്തിനൊന്നും നമ്മൾ യാതൊരു റെസ്ട്രിക്ഷനും കൊടുക്കുന്നില്ല. ഓരോ ഏജിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. പക്ഷെ എക്സാം ടൈം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കണ്ടീഷൻ, അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള മാർക്ക്, അല്ലാണ്ട് ഇത്ര മാർക്ക് എന്നൊന്നുമല്ല. എനിക്കറിയാം എൻ്റെ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ട് എന്നുള്ളത്. ആ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് പറയും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് ഫോൺ തരാം എന്നുള്ള കാര്യങ്ങളും പറയും. അപ്പോൾ ആ ഒരു ടൈമിൽ ഫോൺ എടുത്ത് വെക്കുമ്പോൾ അവർക്കറിയാം ഇത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടത് ഇതാ, ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഫോൺ കിട്ടുമല്ലോ എന്ന് കരുതി തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നത്, വേണ്ടിയിട്ട് പഠിക്കണമൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. രാവിലെ തുടങ്ങി രാത്രി വരെ നമ്മൾ കുട്ടികളെ എൻഗേജ്ഡ് ആക്കുക. എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അവർക്ക്, അത് അവര് പോലും അറിയാതെ, ഇത് ഞങ്ങൾക്കൊരു പണിഷ്മെന്റ് ആണല്ലോ, ഫോൺ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ ഇങ്ങനെ തരണേന്ന് മനസ്സിലാക്കാത്ത വിധം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുക. ചെറുതായിട്ടൊക്കെ സോപ്പിട്ടും സ്നേഹത്തിലും ഒക്കെ, മോനെ അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തോ മോൻ, എന്നിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് സമയം പോണത് അവരും അറിയില്ല എന്ന് കരുതി എടുക്കാതിരിക്കുമൊന്നുമല്ല, എടുക്കും. ഇപ്പൊ +1 പഠിക്കുന്ന എൻ്റെ കുട്ടിയാണേലും ആ ജോലി അങ്ങ് വേഗം തീർത്തു കഴിഞ്ഞാൽ ഫോൺ എടുക്കാലോ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, അതിലെന്ത് കാണുന്നു എന്നുള്ളതിന്റെ ഒരു കണ്ണ് എന്താ പറയണേ, എൻ്റെ ഒരു കണ്ണ് അതിലുണ്ട്. അവരെന്താണ് കാണുന്നത്, എന്താണ് അതിൽ ചെയ്യുന്നത്, എത്ര നേരം ഇരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മാക്സിമം എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയത് അതാണ്. അവർ കുറച്ച് ബിസി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ അവര് കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു തീരുമാനമായിരുന്നു ടീച്ചേഴ്സ് എടുത്തിട്ടുള്ളത്, ഫോൺ കൊണ്ടുവരാൻ പാടില്ല. ഇനി കൊണ്ടുവരാം, ഒരു 10 പേരിൽ ഒരാൾക്ക് നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾക്ക് റീൽസ് എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. കോണ്ടാക്ട് ചെയ്യാൻ എപ്പോഴും ടീച്ചേഴ്സ് വില്ലിങ് ആയിരുന്നു. നമ്മൾ എപ്പോൾ വിളിച്ചാലും അവരെടുക്കുകയും കുട്ടികളുടെ കയ്യിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു 4 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും വലിയ മൈൻഡൊന്നുമില്ല. ആ ഒരു ടൂറിന്റെ ഹാങ് ഓവറിലായിരുന്നു. അപ്പൊ ശരിക്കും ഒരു 4-5 ദിവസം ഈ ഒരു കാര്യം അങ്ങ് മാറ്റി നിർത്തി കഴിയുമ്പോൾ മാറുന്നതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിത രീതിയിൽ. അപ്പൊ വലിയ സംഭവമൊന്നും അല്ല. വലിയ സംഭവമായിട്ട് ഇതൊരു ട്രീറ്റ്മെന്റിന് തക്കവണ്ണം പോകേണ്ട സാഹചര്യങ്ങൾ വരുന്നവരുണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ ഇതൊക്കെ ഒട്ടുമിക്കതും നമ്മൾ തന്നെ ഒന്ന് അവരെ ബിസിയാക്കി വെച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്